ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ആയന. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് 2 ടൈപ്പ് മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ കരിമീനും പിന്നെ പരവാന്നാന്ന് തോന്നുന്നു ഈ മീനിൻ്റെ പേര്. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, എനിക്ക് ശരിക്കും അത്ര ഉറപ്പില്ല. പിന്നെ നമ്മുടെ കരിമീൻ നമ്മൾ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ നന്നായി വരയിട്ട് കൊടുക്കുക കേട്ടോ. അത് നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ എരിവ് ചിലർക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും, ചിലർക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കുരുമുളക് പൊടി ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. എല്ലായിടെയും പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് കുറച്ച് നേരം നമ്മുടെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കുറച്ച് സമയമായിട്ട് അതിൽ റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മീൻകറിയുടെ പരിപാടികൾ ശരിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ മീൻ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അത് ക്ലീൻ ചെയ്യേണ്ട പാടില്ല നമുക്ക്. അപ്പോൾ അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ ചട്ടിയൊക്കെയാണ്, ചട്ടിയൊക്കെ മയക്കി എടുത്തിട്ടുണ്ട് അമ്മ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ തക്കാളി, സവോള, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും, പിന്നെ നമ്മുടെ കുറച്ച് ചുമന്നുള്ളിയും കൂടി ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പില കുറച്ച് അധികം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേപ്പിലയും കൂടി ചേർത്ത് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില അല്ലേ, ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വിലയുണ്ട് വെളിച്ചെണ്ണയ്ക്ക് എന്ന് പറയണം. പിന്നെ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. നമ്മളിവിടെ കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ കുടംപുളി ഇട്ടിട്ടാണ് കേട്ടോ മീൻ കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുടംപുളിയും കൂടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ പാല് പിഴിഞ്ഞിട്ട് മീൻ കറി റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരവി എടുക്കുക. പിന്നെ അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി അടിച്ചെടുക്കുക. പിന്നെ നന്നായി പാല് പിഴിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് പാല് പിഴിഞ്ഞത് നമ്മുടെ ഈ മീനിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മുടെ മീൻ കറി നമുക്ക് അടുപ്പത്താക്കാം. അപ്പോൾ അത് അവിടെ നിന്ന് തിളക്കട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിടാൻ മറന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം കൂടി ചതച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് എല്ലായിടത്തും നന്നായി പിടിക്കുന്ന വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മുടെ മീൻ കറി അവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മീനൊന്ന് വറുത്തെടുക്കാം. കരിമീൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ, ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ കരിമീൻ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഓരോ മീനായിട്ട് നമ്മുടെ പാനിലേക്ക് വെച്ച് കൊടുക്കാം. അതവിടെ ഇരുന്ന് ഇങ്ങനെ ആവുന്നതാണ് എന്ത് രസമല്ലേ. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും മീനങ്ങനെ ഒരുപാട് ഇങ്ങനെ ഫ്രൈ ആവുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് അങ്ങനെ ഫ്രൈ ആവുന്നത് ഇഷ്ടമല്ല, പക്ഷേ ചിലർക്ക് നന്നായി ഫ്രൈ ആവുന്നതായിരിക്കും കേട്ടോ ഇഷ്ടം. അപ്പം നമ്മളത് ഇപ്പോൾ ഒരു സൈഡ് മറിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ആ 3 മീനും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ മീനൊക്കെ ഏതാണ്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിനെല്ലാം ഞാനങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മീനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കാര്യമായിട്ട് വിപുലമായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ പക്ഷേ സമയമില്ലാത്ത കൊണ്ട് 2 വേപ്പിൽ മാത്രം വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി അവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായിട്ടുണ്ട്, വറ്റി. അതിലൊക്കെ ഉണ്ടാകും നെയ്യൊക്കെ നല്ല മേളിലിങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളിയും വേപ്പിലൊക്കെ കൂടിയിട്ട് നന്നായി ഒന്ന് കാച്ചി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി കുറച്ചും കൂടി ഭംഗിയായി കിട്ടും, കുറച്ചും കൂടി ടേസ്റ്റി ആയി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളതെല്ലാം റെഡിയായി. നമ്മുടെ മീൻ കറി, മീൻ വറുത്തത് ഒക്കെ കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടി ഇതൊരു പിടി പിടിക്കാം അല്ലേ. ഉച്ചയൂണ് കുശാലായി ഇന്നത്തെ. അപ്പോൾ അത് നമ്മൾ നന്നായി ചിറ്റിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ മീൻ കറി ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കരുത്. തവിയിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മളങ്ങനെ ഇളക്കി കൊടുക്കരുത്. അപ്പം നമ്മുടെ വെറുതെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലായിടത്തേക്കും ആയി കിട്ടിക്കോളും. അപ്പം നമ്മുടെ മീൻ കറി ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്യാം അല്ലേ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു സെർവിങ് ഡിഷിലേക്ക് മീൻ കറീനൊക്കെ മാറ്റുകയാണ്. നമ്മുടെ ഈ കരിമീൻ നമ്മൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ളൊരു മീനാണെങ്കിലും നമുക്കതിൻ്റെ വില കേട്ടാൽ വാങ്ങിക്കാൻ തോന്നില്ല അല്ലേ. ഇവിടെ ഇപ്പോൾ കരിമീൻ അങ്ങനെ കിട്ടാറൊന്നുമില്ല, വല്ലപ്പോഴൊക്കെയാണ് കിട്ടാറുള്ളൂ. അപ്പോൾ നമ്മളെന്താണ് നമ്മുടെ പാവങ്ങളുടെ കരിമീൻ എന്നറിയപ്പെടുന്നത് പിലോപ്പിയാണ് കേട്ടോ കൂടുതലായിട്ടും വാങ്ങിക്കാറ്. അതിവിടെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഒരു മീനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയുണ്ട് വിഭവങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ കുടപ്പുളി ഇട്ട് വറ്റിച്ച മീൻ കറി, പിന്നെ നമ്മളുടെ ക്യാബേജ് തോരനാണ് കേട്ടോ, പിന്നെ നമ്മുടെ കരിമീൻ ഫ്രൈ ചെയ്തത്.
കരിമീനപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരാൾ. ഏട്ടനാണ് ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ആൾ. ടെസ്റ്റർ, സ്ഥിരം ടെസ്റ്ററാണ്. അപ്പോൾ നമ്മുടെ കരിമീനും മീൻകറിയും പിന്നെ ക്യാബേജ് തോരനും ഒക്കെ കൂട്ടി ഇന്നത്തെ ഉച്ചയൂണ് അടിപൊളിയാക്കാം അല്ലേ നമുക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.